എല്ലാവരുടെയും ഒരു കളിയാക്കി പറച്ചിലും കുറ്റം പറച്ചിലും ഉണ്ട്. അവൻ കോഴിയാണ്, അവൻ ആ പെണ്ണിന്റെ പുറകെ നടക്കുക, അല്ലെ അവൻ കണ്ട പെമ്പിളാരുടെ എല്ലാം പുറകെ നടക്കുക. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അങ്ങനെ കുറച്ച് കോഴികൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ മക്കൾ ഇപ്പോഴും സേഫായിട്ട് വീട്ടിലെത്തുന്നത്. ബിക്കോസ് എന്താണെന്നറിയോ, അവർ സ്കൂളോ കോളേജോ അല്ലെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവർ വർക്ക് ചെയ്യുന്ന സ്ഥലത്തുനിന്ന് ഇറങ്ങുന്നത് തൊട്ട് അവർ വീട്ടിലെത്തുന്നവരെ ഞങ്ങൾ 24/7 അവരെ വാച്ചിങ് ആയിരിക്കും. വേറൊരാൾ അവരെ ശല്യം ചെയ്യാനോ അവരുടെ പുറകെ നടക്കാനോ ഞങ്ങൾ സമ്മതിക്കത്തില്ല. എല്ലായിടത്തും പേരൻസിന്റെയോ അല്ലെങ്കിൽ ബന്ധുക്കളുടെയോ കണ്ണെത്തണമെന്നില്ല. പക്ഷേ ഞങ്ങൾ ബോയ്സ് പുറകെ നടക്കുന്ന പെമ്പിള്ളാരുടെ പുറകെ മൊത്തം ഞങ്ങളുടെ കണ്ണെത്തും. അവർക്ക് നമ്മളെ തിരിച്ചിഷ്ടമല്ലെങ്കിലും നമ്മൾക്കറിയാം അവർക്ക് എന്ത് വേണം, അവർക്ക് എന്താണ് ആവശ്യം, അവരെവിടെ വഴി പോകും, എത്ര മണിക്ക് വരും എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും, അവരെവിടെ പോകുന്നു, എല്ലാ ദിവസവും എത്ര മണിക്ക് എണീക്കുന്നു, എത്ര മണിക്ക് കുളിക്കുന്നു, എത്ര മണിക്ക് വെളിയിൽ ഇറങ്ങുന്നു, എത്ര മണിക്ക് ഏത് ബസ്സിൽ കയറുന്നു, എത്ര മണിക്ക് സ്ഥലത്തെത്തുന്നു, എത്ര മണിക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നു എന്ന് വരെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ എടുത്തിട്ടായിരിക്കും അവരുടെ പുറകെ നടക്കുന്നതും അവരെ സേഫായിട്ട് വീട്ടിലെത്തിക്കുന്നതും. സോ ഡോണ്ട് അണ്ടർഎസ്റ്റിമേറ്റ് കോഴീസ്. ഓക്കെ.